തന്ത്രി കണ്ഠരര് രാജീവർക്ക് പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകും. ബ്രഹ്മദത്തിന് തന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സമിതി ഇക്കാര്യം അറിയിച്ചത്. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരി, കടേക്കോൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്ന സമിതിയുടേതാണ് തീരുമാനം. താന്ത്രിക വിദ്യയിൽ ബ്രഹ്മദത്തിന് പരിജ്ഞാനമുണ്ടെന്ന് സമിതി വിലയിരുത്തി. ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ദേവസ്വം മാനുവലിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പ്രതിഷ്ഠിക്കുന്ന നിയമം അതാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്പ്പതിവാണ് ഞങ്ങൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്പ്പതിവിനും ശാസ്ത്രത്തിന് പോറലേക്കാതെ അത് നന്നാകാൻ വേണ്ടിയുള്ള എല്ലാ ഉപദേശവും കൊടുത്തിട്ടുണ്ട്. തനിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പകരം താന്ത്രിക സ്ഥാനം മകന് നൽകണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. ചിങ്ങം മുതൽ കർക്കിടക മാസം വരെ താഴമൺ മഠത്തിലെ 2 കുടുംബങ്ങൾ ടേൺ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരാണ് ഇപ്പോൾ തന്ത്രി. അദ്ദേഹത്തിന്റെ കാലാവധി ഓഗസ്റ്റ് 2-ന് അവസാനിക്കും. ഹൈക്കോടതി അനുകൂല തീരുമാനമെടുത്താൽ ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുന്ന ഓഗസ്റ്റ് 16 മുതൽ കണ്ഠരര് ബ്രഹ്മദത്തനാകും തന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.